ഹാലിലിയ ന്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പഞ്ചാബുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ സഭാ വളർച്ചയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. വലിയ നിലയിൽ പ്രേക്ഷകർ അതിനെ സ്വാഗതം ചെയ്തു. ധാരാളം പ്രതികരണങ്ങൾ ഉണ്ടായി. ആ പ്രതികരണങ്ങളിൽ ചിലതിന് ചില വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മുൻ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോൺ കഴിഞ്ഞ 50 വർഷമായി അദ്ദേഹം പഞ്ചാബിലെ പത്താൻകോട്ട് താമസിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. വലിയൊരു സഭ അദ്ദേഹത്തിന് അവിടെയുണ്ട്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി പഞ്ചാബിൽ നടന്ന ക്രിസ്തീയ പ്രവർത്തനങ്ങളെ കുറിച്ച് നന്നായി അറിയാവുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് അദ്ദേഹം. ഇപ്പോൾ പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്ന ഈ സഭാ വളർച്ചയുടെ കാരണങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിശദീകരണങ്ങളും ജേക്കബ് ജോൺ എനിക്കൊരു ഓഡിയോ ക്ലിപ്പായി അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ജേക്കബ് ജോണിന്റെ ഓഡിയോ ക്ലിപ്പും ഈ വീഡിയോയുടെ ഭാഗമായി ഉൾപ്പെടുത്തുന്നു. വീഡിയോയുടെ പ്രതികരണങ്ങളിൽ പ്രധാനപ്പെട്ടത് പഞ്ചാബിലെ സഭാചരിത്രത്തിൽ നിർണായകമായ പങ്കാളിത്തം വഹിച്ച സാധു സുന്ദർ സിംഗിന്റെ പേര് ഞാൻ പരാമർശിച്ചില്ല എന്നുള്ളതാണ്. ശരിയാണ്, ഞാൻ വിട്ടുപോയതാണ് ആ പേര്. അതുമാത്രമല്ല, പ്രേയിങ് ഹൈഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മിഷണറി ജോൺ ഹൈഡിനെയും ബ്രദർ ഭക്ത് സിംഗിനെയും ഞാൻ വിട്ടുപോയി. ബ്രദർ ഭക്ത് സിംഗിനെ കുറിച്ച് ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു, നിങ്ങൾക്കത് കാണാവുന്നതാണ്. സാധു സുന്ദർ സിംഗിനെ കുറിച്ചും മിഷണറി പ്രേയിങ് ഹൈഡിനെ കുറിച്ചും വിശദമായ വീഡിയോകൾ പിന്നീട് ചെയ്യാം. രണ്ടാമത്തെ ഏറ്റവും വലിയ വിമർശനം, ഇങ്ങനെയുള്ള വാർത്തകൾക്ക് വലിയ പബ്ലിസിറ്റി ഉണ്ടാകുന്നത് സഭാ വളർച്ചയ്ക്ക് തടസ്സമാകത്തില്ലേ, അവിടെ എതിർപ്പുകൾ ഉണ്ടാകത്തില്ലേ എന്നൊക്കെയാണ്. ന്യായമായ സംശയമാണത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രൈസ്തവ സഭയ്ക്ക് ലോകത്തിൽ പല സ്ഥലങ്ങളിലും വലിയ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലെ വാർത്തകൾ പുറത്തു വന്നതുകൊണ്ടൊന്നുമല്ല പലയിടത്തും പീഡനങ്ങൾ ഉണ്ടാകുന്നത്. വാർത്തകൾ വന്നാലും വന്നില്ലെങ്കിലും ക്രൈസ്തവ സഭയ്ക്ക് പീഡനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അഭൂതപൂർവമായ ഒരു ഉണർവുണ്ടാകുന്നു. ധാരാളം സഭകൾ ഉടലെടുക്കുന്നു. ഇതൊക്കെ ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ചില നാളുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഈ ഇൻഫർമേഷൻ, ഇതിന്റെ ഡാറ്റയൊക്കെ ലഭിക്കുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, ഞാൻ ഈ വാർത്ത ചെയ്തത് ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതൊന്നും പുതുതായി ഞാൻ എവിടെ നിന്നും കൊണ്ടുവന്ന വാർത്തകളൊന്നുമല്ല. പബ്ലിക് ഡൊമൈനുകളിലുള്ളത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ വിശദമാക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ആ നിലയിൽ മനസ്സിലാക്കുക. പിന്നെ ദൈവത്തിന്റെ പ്രവർത്തികളെ തടഞ്ഞു നിർത്തുവാൻ ലോകത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ദൈവം ആരംഭിച്ച ഒരു ഉണർവാണെങ്കിൽ അത് മുന്നോട്ട് പോയിക്കൊള്ളും. അതിന് ദൈവത്തിന് പദ്ധതികൾ ഉണ്ടാകും. നമ്മൾ അതിനെക്കുറിച്ച് അധികം ഭാരപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ചിന്ത. മൂന്നാമത്തെ വിമർശനം, അവിടെ ഉണ്ടായിരിക്കുന്ന ഈ പുതുസഭകളെ പെന്തക്കോസ്ത് സഭകൾ എന്ന് വിളിക്കുവാൻ പാടില്ല, അവ ഇവാഞ്ചലിക്കൽ സഭകളാണെന്നാണ്. എന്ത് പേരിട്ട് വിളിച്ചാലും പെന്തക്കോസ്ത് അനുഭവമാണ് അവിടെ വ്യക്തമാകുന്നത്. അത്ഭുതങ്ങളിൽ അവർ വിശ്വസിക്കുകയും അതവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അന്യഭാഷ പറയുന്നു. സാധാരണ പെന്തക്കോസ്ത് സഭകളിൽ ഉള്ളതൊക്കെ തന്നെയാണ് അവിടെയും നടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾക്ക് പെന്തക്കോസ്ത് എന്ന് പേരിട്ട് വിളിക്കുന്നതിൽ ഒരു അപകടവുമില്ല. നാഷണൽ മീഡിയ എല്ലാം തന്നെ ഇതിനെ പെന്തക്കോസ്ത് പാസ്റ്റർമാർ, പെന്തക്കോസ്ത് സഭകൾ എന്നൊക്കെ തന്നെയാണ് പരാമർശിക്കുന്നത്. നമ്മൾ മാത്രം അത് മറച്ചു വെച്ചതുകൊണ്ടോ ഇവാഞ്ചലിക്കലാണെന്ന് പറഞ്ഞതുകൊണ്ടോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? നാലാമത്തെ പ്രധാനപ്പെട്ട വിമർശനം, ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ ശ്രീ മാത്യു ശാമുവേൽ പഞ്ചാബിലെ സഭാ വളർച്ചയെക്കുറിച്ച് നേരത്തെ തന്നെ വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. ഞാൻ അത് കണ്ട് കോപ്പി അടിച്ചതാണ് എന്നാണ് പലരുടെയും പരാതി. ശ്രീ മാത്യു ശാമുവേൽ ദീർഘനാളുകളായിട്ട് എൻ്റെ ഒരു സ്നേഹിതനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. മാത്യു ശാമുവേൽ പഞ്ചാബിലെ സഭാ വളർച്ചയെക്കുറിച്ച് നേരത്തെ തന്നെ വീഡിയോ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടായതിൻ്റെയും ഇത് ചർച്ചയായതിൻ്റെയും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ദേശീയ മാധ്യമങ്ങളിലൊന്നായ ദ ട്രിബ്യൂൺ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നടന്ന ക്രൈസ്തവരുടെ ആഘോഷങ്ങളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ പഞ്ചാബിലെ ക്രൈസ്തവ വളർച്ചയെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ശ്രീ മാത്യു ശാമുവേൽ ഒരു വീഡിയോ ചെയ്തു. അദ്ദേഹത്തിന്റെ വീഡിയോ എയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്ത വീഡിയോയുടെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, ശ്രീ മാത്യു ശാമുവേലോ ഞാനോ ഒന്നുമല്ല പഞ്ചാബിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നത്. അത് ഇന്ത്യ ടുഡേയിലാണ്. 2022 അവർ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിനെ അടിസ്ഥാനമാക്കി അന്ന് തന്നെ
എൻ്റെ പത്രമായ ഹാലിലിയയിൽ വിശദമായ ഒരു റിപ്പോർട്ട് ഞാൻ ചെയ്തിരുന്നു. ഇവിടെ എൻ്റെ കയ്യിൽ 2022 ഹാലിലിയയുടെ ബൈൻഡ് ചെയ്ത മുഴുവൻ കോപ്പികളുമാണ് ഇരിക്കുന്നത്. 2022 നവംബർ മാസത്തിലെ ലക്കത്തിൽ ആ വാർത്ത ഞാൻ വിശദമായി ചെയ്തത് നിങ്ങൾ കാണുക. ആ വാർത്തയുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: പഞ്ചാബിലെ വയലുകളിൽ വളരുന്നത് പെന്തക്കോസ്ത് സഭകൾ, പെന്തക്കോസ്ത് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ പഞ്ചാബിൽ വലിയ വളർച്ച നേടുന്നു എന്ന ഇന്ത്യ ടുഡേ കവർ സ്റ്റോറി. ഇതായിരുന്നു വാർത്ത. അതായത് 2 വർഷത്തിന് മുൻപ് തന്നെ ഈ വാർത്ത ഇവിടുത്തെ ദേശീയ മാധ്യമം ചർച്ച ചെയ്തതാണ്. പിന്നീടുണ്ടായ ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഈ വാർത്ത ചെയ്യുമ്പോൾ മാത്യു ശാമുവേലിനെ പോലെയുള്ള ഒരു പത്രപ്രവർത്തന അദ്ദേഹത്തിൻ്റെതായ രീതികളുണ്ട്. അദ്ദേഹത്തിന് ഇൻഫർമേഷൻസ് കിട്ടുവാൻ ധാരാളം വഴികളുണ്ട്. അദ്ദേഹം അത് ചെയ്യുന്നു. എനിക്ക് ലഭ്യമായ ഇൻഫർമേഷനുകൾ വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു. ഒരേ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ പഞ്ചാബിലെ സഭാ വളർച്ചയെക്കുറിച്ച് മാത്യു ശാമുവേൽ ചെയ്ത ഒരു വീഡിയോ, അതിനുശേഷം ഞാൻ ചെയ്ത ഒരു വീഡിയോ, അതിനുശേഷം ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ 100 കണക്കിന് വീഡിയോകൾ പഞ്ചാബുമായി ബന്ധപ്പെട്ട് ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാർത്തകൾ ആരുടെയും കുത്തകയൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും ആ വാർത്തകളോടുള്ള പ്രതികരണങ്ങൾ, ആശയങ്ങൾ പങ്കുവയ്ക്കാം. അപ്പം വാർത്ത അതേ നിലയിൽ പറയുകയല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ആ വാർത്തയോടുള്ള എൻ്റെ പ്രതികരണമാണ് എൻ്റെ വീഡിയോയിലൂടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്യു ശാമുവേലിന്റെ കോപ്പി അടിച്ചുവെന്നോ മാത്യു ശാമുവേൽ പറഞ്ഞത് മാത്രം ഞാൻ വീണ്ടും ആവർത്തിച്ചു എന്നോ കരുതുന്നതിൽ ഒരർത്ഥവുമില്ല. ആ വീഡിയോകൾ കണ്ടവർക്കറിയാം, വളരെ വ്യത്യസ്തമായ നിലയിൽ, വളരെ വ്യത്യസ്തമായാണ് രണ്ടുപേരും ആ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ നിലയിൽ, അദ്ദേഹത്തിന്റെ പരിചയം വെച്ചും അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന പാരമ്പര്യം വെച്ചും വളരെ ഭംഗിയായി തനിക്ക് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. എനിക്കറിയാവുന്ന ക്രിസ്തീയ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി, സഭയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കുറച്ചും കൂടെ വ്യത്യസ്തമായ നിലയിൽ ഞാൻ എൻ്റെ ആശയങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഇനി പാസ്റ്റർ ജേക്കബ് ജോണിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പാസ്റ്റർ ജേക്കബ് ജോണിനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു മിഷണറിയായി 50 വർഷം മുൻപ് പഞ്ചാബിലെത്തുകയും പത്താൻകോട്ടെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ത്യാഗപൂർണമായ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുകയും ധാരാളം ആളുകളുള്ള ഒരു സഭ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ ധാരാളം സഭകളുണ്ട്. പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ആയിട്ട് ആ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അവിടെ ധാരാളം സഭകളുണ്ട്. മറ്റു പല സഭകൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ സഭകളെക്കുറിച്ചും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഈ പുതു ജനറേഷൻ സഭകളെക്കുറിച്ചും എല്ലാം പാസ്റ്റർ ജേക്കബ് ജോൺ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എനിക്കൊരു വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു തന്നിരിക്കുന്നു. അതുകൂടെ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് വിലയിരുത്തുക. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബിൽ നടക്കുന്ന വലിയ ആത്മീയ ഉണർവിനെക്കുറിച്ചും സഭാ വളർച്ചയെക്കുറിച്ചും ഹല്ലേലൂയ ന്യൂസും ബ്രദർ മാത്യു ശാമുവൽ ഡൽഹി പുറത്തിറക്കിയ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ട നിരവധി ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്നെ വിളിച്ചു. ഈ കാര്യങ്ങളൊക്കെ സത്യമാണോ, ഇതുപോലെ സഭാ വളർച്ച നടക്കുന്നുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിച്ചത്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്. പഞ്ചാബിലെ ക്രിസ്തീയ സഭകളുടെ വലിയ വളർച്ചയെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ ഇതുപോലെ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഭാ വളർച്ചയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ആളുകൾ കൂട്ടം കൂട്ടമായി, പ്രത്യേകിച്ച് അക്രൈസ്തവ സമുദായത്തിൽ പെട്ടവർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു. സിഖുകാരായ പല ദൈവദാസന്മാരും ആരംഭിച്ച സഭകളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് 10,000 ലക്ഷങ്ങളും വന്ന് ആരാധിക്കുന്നു. ഇങ്ങനെ വലിയ സഭകൾ മാത്രമല്ല, പഞ്ചാബിൽ എല്ലായിടത്തും ഈ നാട്ടുകാരായ ദൈവദാസന്മാർ ചെറിയ ചെറിയ ആരാധനകൾ ആരംഭിച്ച് പ്രവർത്തിക്കുന്നു. അവരുടെ കൂടിയും 100ഉം 200ഉം 1000 ഒക്കെ പുതിയ വിശ്വാസികൾ ഉണ്ട്. ഇത് വലിയ ഉണർവിൻ്റെ കാലമാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നതാണ് വാസ്തവം. ചില വീഡിയോ ഒക്കെ പറയുന്നത് പോലെ വിദേശത്തു നിന്നും പണം നൽകിയോ മറ്റാരെങ്കിലും നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഇതൊരു വലിയ ദൈവപ്രവൃത്തിയാണ്. എന്നെ ഫോൺ ചെയ്തവരോട് എല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതൊക്കെ വന്ന് കാണണമെന്നാണ്. ഞാൻ വിശ്വസിക്കുന്നു പഞ്ചാബിൽ ഇപ്പോൾ ഉണ്ടായ ഉണർവ് ശക്തമായ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഞാനും പാസ്റ്റർ ജോൺ രാജനും പഞ്ചാബിൽ പത്താൻകോട്ട പ്രവർത്തിക്കാൻ വന്നിട്ട് 49 വർഷമായി. ക്യാപ്റ്റൻ എം ശാമുവൽ എന്ന ദേവദാസനാണ് ഞങ്ങൾ ഇവിടെ വരുവാൻ കാരണം.
ഞാൻ ഇവിടെ വന്ന കാലത്തെ സിഖുകാർ ഒന്നും സുവിശേഷം കേൾക്കുവാൻ പോലും തയ്യാറല്ലായിരുന്നു. ഞാൻ ആദ്യം താമസിച്ച ഹൈന്ദവ സഹോദരൻ്റെ വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് പഞ്ചാബിൽ ഒരു വലിയ ഉണർവുണ്ടാകുവാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനിടയായി. പല സന്ദർഭങ്ങളിൽ 40 ദിവസം വീതം ഉപസിച്ച് പ്രാർത്ഥിപ്പാനിടയായി. ഇപ്പോഴും ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുന്നു. പത്താംകോട്ട് ഞങ്ങളുടെ സഭയിൽ തന്നെ ഇപ്പോൾ 100 കണക്കിന് ക്രൈസ്തവർ ദൈവത്തെ ആരാധിക്കുന്നു. പഞ്ചാബിലെ ഉണർവിനെ കുറിച്ച് പറയുമ്പോൾ ജോൺ ഹൈഡ് എന്ന മിഷണറിയെ മറക്കാനാവില്ല. ദൈവമേ, പഞ്ചാബിനെ എനിക്ക് തരണമേ, അല്ലെങ്കിൽ എന്നെ എടുത്തുകൊള്ളണമേ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ജോൺ ഹൈഡ് മരിച്ചു, പക്ഷേ ജോൺ ഹൈഡിൻ്റെ പ്രാർത്ഥന മരിച്ചില്ല. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ പഞ്ചാബിൽ നിന്നും ശക്തന്മാരായ ദേവദാസന്മാരായ ദൈവം എഴുന്നേൽപ്പിച്ചിരുന്നു. അവർ പ്രധാനപ്പെട്ട 2 പേരാണ് സാധു സുന്ദർ സിംഗും ബദർ ബക്സിംഗും. ഇരുവരും പഞ്ചാബ് കേന്ദ്രീകരിച്ചല്ല പ്രവർത്തിച്ചതെങ്കിലും ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് അവർ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. അവരുടെ പ്രാർത്ഥനയൊക്കെ ഇപ്പോൾ വലിയ ദൈവപ്രവൃത്തികൾക്ക് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു. മലയാളികൾക്കും ഈ ഉണർവ് പങ്കുണ്ട്. പഞ്ചാബിലുടനീളം ശക്തമായി പ്രവർത്തകർക്ക് നേതൃത്വം നൽകിയ 100 കണക്കിന് മലയാളി ദേവസ്വന്മാർ പ്രസ്ഥാനങ്ങളുമുണ്ട്. പെന്തക്കോസ്ത് ദേവത സഭയുടെ പ്രവർത്തകരായിരുന്ന പാസ്റ്റർ M.K. ചാക്കോ, പാസ്റ്റർ K.J. ശാമുൽ എന്നിവർ വിഭജനത്തിന് മുമ്പുള്ളായ പഞ്ചാബിലും ലാഹോർ വരെ അതിശക്തമായി പ്രവർത്തിച്ചു. പിൽക്കാലത്തെ IPC പ്രവർത്തനങ്ങൾക്ക് ശക്തമായി അടിത്തറ ഇട്ടത് ക്യാപ്റ്റൻ A. ശാമുൽ മൂലമാണ്. അദ്ദേഹം 100 കണക്കിന് മിഷനുമാരെ ഉത്തരേന്ത്യയിൽ എത്തിച്ചു. ഞാനും ആ കൂട്ടത്തിൽ ഉൾപ്പെട്ട ആളാണ്. മിലിറ്ററിയിൽ നിന്നും തന്നെ വേലയ്ക്ക് ഇറങ്ങിയ PG വർഗീസിന്റെ പ്രവർത്തനത്തിൽ ഇവിടെ നടക്കുന്നു. അദ്ദേഹം സ്ഥാപിച്ച ബർഷബ ചർച്ച് ഓഫ് ഗോഡുകൾ ധാരാളം സഭകളുണ്ട്. IPC കൂടാതെ TPM, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഗോഡ്, ഷാരോൺ ഫെലോഷിപ്പ്, ന്യൂ ഇന്ത്യ ദൈവസഭ, അഗപ്പെ മിനിസ്ട്രി, FGC, ഹാർവസ്റ്റ് മിഷൻ, IPC നോർത്തേൺ റീജിയൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങളും കൂടാതെ അനേക സ്വതന്ത്ര പെന്തക്കോസ്ത് സഭകളും ഇവിടെ പ്രവർത്തിക്കുന്നു. പാസ്റ്റർ വത്സൻ അബ്രഹാം, പാസ്റ്റർ K. കോശി, പാസ്റ്റർ ടൈറ്റസ് ഇവരുടെ നേതൃത്വത്തിൽ പഞ്ചാബിൽ ധാരാളം സഭകൾ ഇന്ന് സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. 2000-ന് ശേഷം സ്ഥിതികൾ മാറി. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രവർത്തകരെക്കാൾ കൂടുതലായി പ്രാദേശികരായ പഞ്ചാബികളായ ഇവിടുത്തെ ലോക്കൽ ഭാഷ സംസാരിക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാർ പാസ്റ്റർമാരായി എഴുന്നേറ്റു. ഈ കൂട്ടത്തിൽ ധാരാളം സഹോദരിമാർ ഉൾപ്പെടുന്നു. സിഖ് സമുദായത്തിൽ നിന്നും ഹിന്ദുക്കളിൽ നിന്നും സമീപകാലത്തെ വിശ്വാസത്തിലേക്ക് വന്നവരാണ് ഇവരിൽ ബഹുഭൂരിപക്ഷം. ഇവരാണ് ഇപ്പോഴത്തെ ഉണർവിന് ഏറെ മുൻനിരയിൽ. ദൈവം അവരെ അതിശക്തമായി ഉപയോഗിക്കുന്നു. മലയാളികളായ പലരും എന്നോട് ചോദിച്ച ഈ പുതിയ സഭകളൊക്കെ ശരിയായ പെന്തക്കോസ്ത് ആണോ? ഇവർ വചനം ശരിയായി പഠിച്ചവരാണോ? ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. നമ്മൾ കേരളത്തിലെ മലയാളി പെന്തക്കോസ്തുകാർ മനസ്സിലാക്കിയതുപോലെ പഠിച്ചതുപോലെയോ അവർ വചനം പഠിച്ചിട്ടില്ല. അവർ യേശുവിനെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ജനങ്ങൾ മാനസാന്തരപ്പെടുന്നു. അടുത്ത ഞായറാഴ്ച അവർ കൂടുതൽ ആളുകളെ വിളിച്ച് കൊണ്ടുവരുന്നു. അവർക്കും വിടുതലുകൾ കിട്ടുന്നു. മദ്യപാനവും ദുർമാർഗവും ഉപേക്ഷിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നു. ഇത് ദൈവപ്രവൃത്തി അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇങ്ങനെ ഒരു ഉണർവിന് വേണ്ടിയല്ലേ നാം ദീർഘനാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ദൈവപ്രവൃത്തി ആണെങ്കിൽ, ദൈവം ആരംഭിച്ചവർ ആണെങ്കിൽ അത് നിലനിൽക്കും. വചനം പഠിക്കാനും വചനം ഉറയ്ക്കുവാനും ദൈവം വഴി തുറക്കും. നമുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റു ചിലർ എന്നോട് ചോദിച്ച ഈ വാർത്തകളൊക്കെ പുറത്തിറങ്ങിയാൽ എതിർപ്പുകൾ ഉണ്ടാവുകയില്ലയോ? തീർച്ചയായും എതിർപ്പുകൾ ഉണ്ടാകും. ദൈവസഭയ്ക്ക് എല്ലാ കാലത്തും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനിടയിലും ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുന്നു. ദൈവപ്രവൃത്തിയെ തടഞ്ഞു നിർത്തുവാൻ ആർക്കാണ് സാധിക്കുന്നത്? ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ആരാധിക്കുകയും ആയിരക്കണക്കിന് സഭകൾ പുതുതായി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ, ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇതൊന്നും ഒളിച്ചു വെക്കുവാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നാം ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക. എനിക്ക് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമുള്ള മലയാളിയായ ദൈവമക്കളുടെ ഒരു കാര്യം പറയാനുള്ളത്: നിങ്ങൾ പഞ്ചാബിനെ ഉണർവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ത്യയിൽ അതിശക്തമായ ഉണർവ് ഉളവാകട്ടെ. ഇത് നിലനിൽക്കേണ്ടതിനും സഭകൾ ശക്തി പ്രാപിക്കേണ്ടതും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്.
പഞ്ചാബിലെ ഉണർവ് കാണുവാൻ താല്പര്യമുള്ളവർ പഞ്ചാബിലേക്ക് കടന്നു വരിക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. കർത്താവിന്റെ എളിയദാസൻ ജേക്കബ് ജോൺ പൊത്താങ്കോട്ട്.